ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിട്ട് സൺഡേ ഒന്നും അല്ല കേട്ടോ, പക്ഷെ നമ്മൾ പുറത്ത് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ആയി ഇങ്ങനെ സൺഡേ അല്ലാണ്ട് വേറൊരു ദിവസം പുറത്ത് പോയിട്ട്. അപ്പോൾ ഇന്ന് വന്നിട്ട് തേഴ്സ്ഡേ ചിൽഡ്രൻസ് ഡേയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് നേരത്തെ വന്നു, കടയിൽ മഴയൊക്കെ ആയതുകൊണ്ട് തിരക്കൊന്നും ഇല്ലല്ലോ പറഞ്ഞിട്ട് ഒന്ന് നേരത്തെ വന്നു. അപ്പോൾ നമ്മൾ എന്തായാലും സ്റ്റേഡിയത്ത് ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. എക്സിബിഷൻ പറഞ്ഞാൽ ഫ്ലവേഴ്സ് കൽപ്പാത്തി ഉത്സവം എന്നാണ്. അപ്പോൾ അതിലോട്ടേക്ക് പോവാലോ പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. രാത്രിയാണ് കേട്ടോ. എനിക്ക് പിന്നെ ഇങ്ങനെ രാത്രി വരാൻ ഒരുപാട് ഇഷ്ടം. അപ്പോൾ ഞാനും കുഞ്ഞാനും വാപ്പാൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ശരി പറഞ്ഞു. പിന്നെ വീട്ടിൻ്റെ അടുത്ത് തന്നെയല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ ഇറങ്ങിയതാ ഫ്രണ്ട്സ്. നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ അല്ല, വ്യാഴം ആയതുകൊണ്ട് അത്ര തിരക്കൊന്നുമില്ല. തിരക്കേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ അത് തുടങ്ങിയിട്ട് കുറേ തീരാനായിട്ടോ. അപ്പോൾ ആകെ ഇനി 1-2 ദിവസം കൂടി ഉള്ളൂ അപ്പോൾ ഈ ഒരു എക്സിബിഷൻ. അപ്പോൾ ഫ്രണ്ട്സ് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വരുമ്പോൾ മഴയൊക്കെ കമ്മിയായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ വന്നത്. ഫ്രണ്ട്സ് കുഞ്ഞാനിക്ക് ടിക്കറ്റ് വേണ്ടായിരുന്നു. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ട പറഞ്ഞു. പിന്നെ എനിക്ക് സ്റ്റുഡൻറ്റ് ആയതുകൊണ്ട് 50 രൂപ മതി കേട്ടോ. പിന്നെ വാപ്പാക്കും ഉമ്മാക്കും 80 രൂപ കൊടുത്തു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഒക്കെ ഒരു ഷോ വരുമ്പോൾ എല്ലാപ്പോഴും ബിസ്ക്കറ്റ് കിട്ടാറുണ്ട്. ഇപ്രാവശ്യം കിട്ടി. അപ്പോൾ 4 കിട്ടി. അപ്പോൾ എൻ്റെ പോക്കറ്റിലാണ് ഇട്ട് തന്നത്. അപ്പോൾ 4 എൻ്റെ പോക്കറ്റിൽ കൊള്ളുന്നില്ല. അപ്പോൾ കുഞ്ഞാൻ്റെ അടുത്ത് ഇടാൻ പറഞ്ഞപ്പോൾ അവൻ പറയണം അവൻ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ അവന് പറ്റില്ല എന്ന്. പിന്നെ ഞാൻ വാപ്പാൻ്റെ അടുത്ത് കൊടുത്തു ഫ്രണ്ട്സ്. അപ്പോൾ പിന്നെ ഇവിടെയൊക്കെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വരുന്ന സമയത്ത് ഇത്തിരി തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ ഓരോ എന്താ പറയുക കടകളുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ആൾക്കാർ ഓരോ നോട്ടീസും പോസ്റ്ററൊക്കെ തരികയാണ് നമ്മളുടെ കയ്യിൽ. എനിക്ക് കുഞ്ഞാനിക്കൊന്നും കിട്ടിയില്ല. വാപ്പാനും ഉമ്മാനും കയ്യിലൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാനും കുഞ്ഞാനും ഓരോന്നും ബൈക്കുകളൊക്കെ കണ്ടപ്പോൾ കുഞ്ഞാനെ അങ്ങനെ എനിക്കിത് പറഞ്ഞിട്ട് വെറുതെ ഞങ്ങൾ കളറൊക്കെ പറഞ്ഞ് കളിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സൺഡേ ആണ് വന്നിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചാൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമ്മളിത് അവിടെ എത്തിയപ്പോഴാണ് കുട്ടേട്ടൻ എന്ന റോബോട്ടിനെ കണ്ടത് കേട്ടോ. അപ്പോൾ അത് ഈ റോബോട്ടിൻ്റെ പേര് കുട്ടേട്ടൻ എന്നാണ്. കുറേ പേർക്ക് അറിയായിരിക്കും. അപ്പോൾ ഇതാ ഞാനും കുഞ്ഞാനും ആദ്യം അടുത്ത് പോയി നിന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി. ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് വെറുതെ റോബോട്ടിനെ ഇവിടെ വെച്ചിരിക്കുകയാണ് ആയിരിക്കുന്നത്. പിന്നെ അതിൽ താഴെ ഒരു ബോക്സിൽ ഇവിടെ സംസാരിച്ചാൽ മതി എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് ആരും കാണാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും സംസാരിക്കാനൊക്കെ ഇത്തിരി മടിയായിരുന്നു. പിന്നെ ഇത് ഓരോ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുഞ്ഞാനി പോയി. പക്ഷേ കുഞ്ഞാൻ്റെ സൗണ്ട് അടഞ്ഞത് കൊണ്ട് അവൻ സംസാരിച്ചപ്പോൾ അവരൊന്നും റിപ്ലൈ തന്നില്ല. റോബോട്ട് ഒന്നും റിപ്ലൈ തന്നില്ല. ബാക്കിയുള്ള കുട്ടികളൊക്കെ പറയുമ്പോൾ റിപ്ലൈ തന്നുകൊണ്ട് അവന് അവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാനും അവനും പിന്നെ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഓരോ കുട്ടികൾക്ക് തമാശയൊക്കെ അവർ റോബോട്ട് തിരിച്ചു പറയുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ലാസ്റ്റാണ് ഞങ്ങൾക്ക് സംഭവം മനസ്സിലായത്. ഈ റോബോട്ടിൻ്റെ ബാക്കിൽ കാണുന്നത് ഈ ഒരു ഷെഡിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ നിന്ന് സംസാരിക്കുകയാണെന്ന്. അപ്പോൾ ഞങ്ങൾ വേറെ എന്താണെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് റോബോട്ടാ അല്ല, അതൊരു മനുഷ്യനാണ് റോബോട്ടിൻ്റെ വോയിസിൽ സംസാരിക്കണമെന്നും. എന്നാലും ഞങ്ങളൊന്ന് പറഞ്ഞു നോക്കി. പക്ഷെ ഞാനും കുഞ്ഞാനും പറഞ്ഞപ്പോൾ മാത്രം റിപ്ലൈ തന്നില്ല ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾക്ക് സങ്കടമായി. പിന്നെ ഞങ്ങൾ അതൊരു മനുഷ്യൻ തന്നെയല്ല തിരിച്ച് പറയണത് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ എന്നിട്ട് ഞങ്ങൾ കുറേ പ്രാവശ്യം പോയി പറഞ്ഞു കേട്ടോ. അപ്പോൾ നടന്നില്ല. അപ്പോൾ പിന്നെ വേണ്ട വെച്ചു. പിന്നെ കുറച്ച് നേരം റോബോട്ടിൻ്റെ കൂടെ സംസാരിച്ചിട്ട് അവിടെ നിന്നു. അടുത്തത് ഇവിടെ വന്നിട്ടൊരു നമ്മൾ സൂമിലൊക്കെ പോയ പോലെ ഉണ്ടാകും. ഒരു 3D ആയിട്ടുള്ളൊരു റൂമാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഗ്രീനാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നോക്കി പറഞ്ഞാൽ നമ്മൾ ഏലിയൻ്റെ അടുത്ത് നിൽക്കണ പോലെയും ബാക്ക്ഗ്രൗണ്ടിലുള്ള പോലെ ഇതുപോലെയൊക്കെ തോന്നുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അടുത്തത് നമ്മളാണ്. ഇതൊരു ഫാമിലിയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തത് പോകുന്നത് നമ്മളാണ് ഫ്രണ്ട്സ്. അതുപോലെ നിൽക്കും കേട്ടോ. ഫ്രണ്ട്സ് അടുത്തത് നമ്മളെത്തി. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ഭാഗം മാത്രം നല്ല തണുപ്പായിരുന്നു ഫ്രണ്ട്സ്. എനിക്ക് ഇങ്ങനെ കൈകാലൊക്കെ ഇറക്കാൻ തുടങ്ങി. പക്ഷെ അത്ര തണുപ്പില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളിതവിടെ ഇന്ന് നോക്കുകയാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് ഇവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ അവന് പുകയൊക്കെ വരുന്ന ഓരോ വാട്ടർഫാൾസ്, പിന്നെ ജംഗിള്, ഓരോ മൃഗങ്ങൾ, അങ്ങനെ ഓരോന്നായിരുന്നു. അപ്പോൾ കുഞ്ഞാനെയാണെങ്കിൽ അതിൻ്റെ അടുത്ത് പോകണം. ഞാൻ പോവാന്നുണ്ട്. പിന്നെ അത് നമ്മൾ പോയി പറഞ്ഞാൽ അത് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് പോലെ തോന്നും. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെയാണ് അത് ഒറിജിനൽ പോലെ നമുക്ക് തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളത് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാനെ ആന വരുന്നുണ്ടായിരുന്നു. ആനൻ്റെ അടുത്ത് അവിടെ പോയി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായത്. അപ്പോൾ ശരിക്കും ആനയൊക്കെ നമ്മൾ നേരിട്ട് വരുന്ന പോലെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഭാഗമാണെങ്കിൽ ഒരു ഗ്രീൻ കളറും
പിന്നെ ഇരിയോടെ ഇങ്ങനത്തെയോടെ. അപ്പോൾ ഞങ്ങൾ കുഞ്ഞാനടുത്ത് ഫോട്ടോ എടുക്കാൻ പാടാൻ പറഞ്ഞപ്പോൾ അവനാണെങ്കിലോ അതിൻ്റെ അടുത്ത് നിൽക്കായിരുന്നു. പിന്നെ ഏലിയനൊക്കെ വന്നു, നല്ല രസമായിരുന്നു. പിന്നെ നമ്മളിതാ കുട്ടേട്ടനെ ഒന്നും കൂടെ പോയി നോക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമായി, ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി കേട്ടോ എന്തായാലും. പിന്നെ ഇവിടെ അടുത്തത് കുറച്ച് സ്റ്റോളുകളായിരുന്നു. അപ്പോൾ ഇവിടെ ഓരോന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ കടകളിലൊന്നും ആദ്യം വാങ്ങാറില്ല, ഇതൊക്കെയാണ് വാങ്ങാറുള്ളത്. അപ്പോൾ ഇവിടെ എന്താ വാങ്ങേണ്ടതെന്ന് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, അത്രത്തോളം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഐറ്റം ഉണ്ട്. ഇപ്പോൾ ഈ ഒരു കടയിൽ നമ്മൾ സൺഡേസൊക്കെ വേറെ ദിവസം ഇങ്ങനെ ഓരോ ഷോപ്പിൽ വരാറുള്ളപ്പോൾ നിറച്ച ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾക്ക് അധികം ഒന്നു തന്നെ ഇഷ്ടപ്പെടുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ കടയിൽ. അതുകൊണ്ട് എന്താ വാങ്ങേണ്ടതെന്ന് അറിയണേ ഇല്ല, അത്രയും വെറൈറ്റീസ് ആയിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനത്തെ മുട്ടായൊന്നും വാങ്ങിയില്ല. എന്താ ഞങ്ങൾക്ക് ഇപ്രാവശ്യം മുട്ടായൊന്നും ഇഷ്ടമായില്ല, ഞങ്ങൾക്ക് വാങ്ങാനൊന്നും തോന്നിയില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിതൊന്നും വാങ്ങിയില്ല. അപ്പോൾ പിന്നെന്താ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവണം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഫ്ലവേഴ്സ് ടി വിക്കാർ ഷോസ്ത്തെ എല്ലാവരും വരുന്നുണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോരുത്തരാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആരാന്ന് നമുക്കറിയാൻ നല്ല വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റേജിൻ്റെ അടുത്ത് പോയാൽ തന്നെ ആരാ വന്നിട്ടുള്ളതെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ എഴുതിക്കാറുണ്ടായിരുന്നത് മിക്കപ്പോഴും ഒരു ദിവസം 3 ആളെന്നാണ് പറഞ്ഞത്. പിന്നെ ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇത് സ്പെഷ്യലായിട്ടുള്ള വല്ല ഗസ്റ്റ് ആയിരിക്കുമെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ കുട്ടേട്ടൻ്റെ അതേ തന്നെ വന്നു കേട്ടോ. പിന്നെ അവിടെ പിന്നെ ഈ സൈഡ് കുറച്ച് കടകളാണ്. അപ്പോൾ ഇത് ഇത്തിരി ചുറ്റിയിട്ടൊക്കെയാണ് കേട്ടോ കടകൾ. അപ്പോൾ നമ്മൾ ഇവിടെ അങ്ങനെയൊന്നും വാങ്ങിയില്ല. ഞങ്ങൾ ആ പെൻസിലും പെന്നിൻ്റെ അവിടെ നിന്ന് ഞാനൊരു മെർമെയ്ഡിൻ്റെ പെന്നും കുഞ്ഞാനൊരു പെൻസിലും പിന്നെ ഒരു ചീർപ്പ് വാങ്ങിച്ചു. അപ്പോൾ അത് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇത് വന്നിട്ട് ഒരു കാളവണ്ടി പോലത്തെയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞങ്ങൾ ഫോട്ടോസ് എടുത്ത് ഇറങ്ങി. പിന്നെ കുഞ്ഞാനാണെങ്കിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് സൈക്കിളാണ് ശരിക്കും. അതിലൊത്തിരി പെയിൻ്റൊക്കെ അടിച്ചിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിലത്തെ വീലൊക്കെ കറക്കാൻ പറ്റും. അപ്പോൾ പിന്നെ അവന് ഉമ്മ വന്നിട്ട് അവിടത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവൻ പിന്നെ വന്നു. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഫുഡ് കോർട്ടുകൾക്കാണ്. അപ്പോൾ ഇവിടെ എന്തായാലും നമ്മളൊന്നും വാങ്ങാനൊന്നും പോകില്ല, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ പോവാണ്. അപ്പോൾ ഇവിടെ തിരക്കുണ്ടായിരുന്നില്ല. അതിപ്പോൾ നമ്മൾ സൺഡേ ആണ് വരുന്നതെങ്കിൽ നല്ല തിരക്കായിരിക്കും, നമുക്ക് ഇരിക്കാതെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ ഒരുപാട് ഭക്ഷണം, പിന്നെ ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ മാഗി, പിന്നെ ഐസ്ക്രീം വാപ്പ വാങ്ങിയിട്ടല്ല പറഞ്ഞു, കാരണം കുഞ്ഞാനിക്ക് തൊണ്ടവേദനയാണ്. ഞാനും ഉമ്മയും വാപ്പി വാങ്ങിച്ചാൽ അവനും വേണം പറഞ്ഞിട്ടാണ്. പിന്നെ ഇവിടെ ബീഫ്, കുഴിമന്തി, ബിരിയാണി, അങ്ങനെ ഓരോ നെയ്ച്ചോറ് അതൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചതുകൊണ്ട് പിന്നെ അതൊന്നും വേണ്ട പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല. ഒരു ടോപ്പിൻ ടൗണുകാരൻ്റെ ആയിരുന്നു ഇവിടെ. പിന്നെ ഒരു ജയിൽ പോലെ വെറുതെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒരു പായസം വാങ്ങിച്ചു, 2 പായസം വാങ്ങിച്ചു. ഒന്ന് ചക്കപ്പായസമാണ്, പിന്നെ ഒന്ന് മുളയരി പായസം, ചെറുത് ഒന്ന് നമ്മൾ 2 വാങ്ങിച്ചു. അപ്പോൾ കുഞ്ഞാനെ വാശി പിടിച്ച് വാങ്ങി. അവസാനം അവനത് പൊട്ടുപോലും കഴിച്ചില്ല. അവസാനം ഞാനാണ് കഴിച്ചു, പിന്നെ വാപ്പിയും കഴിച്ചു. പിന്നെ ഉമ്മയും വേണ്ട പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നോട് ഒരു പായസം കഴിക്കാൻ പറഞ്ഞു. ഞാനിത് കഴിച്ച് തീരുമ്പോഴേക്ക് അടുത്ത പായസം കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് പറ്റില്ല പറഞ്ഞു. അപ്പോൾ നമ്മൾ പറ്റുന്നത്രയൊക്കെ പായസം 2 വയസ്സായാലും നമ്മൾ കുടിച്ചു ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് 100 ഹൗസിലേക്കാണ് ഫ്രണ്ട്സ്. അപ്പോൾ ശരിക്കും ഞങ്ങളിവിടെ പേടിച്ചില്ല. സത്യം പറഞ്ഞതൊന്നുമില്ല, ഒരു എന്താ പറയുക ആ ഷേപ്പിലുള്ള ഒരു കുറച്ച് വലുത്, അതിൽ കുറച്ച് ബ്ലാക്ക് കളർ തുണി വിരിച്ച പോലെ ആയിരുന്നു. കുറച്ച് 3D ലൈറ്റ്സ് ഉണ്ട്, അത്ര തന്നെ ഉള്ളൂ വ്യത്യാസം. പക്ഷേ ഇതിൻ്റെ സൗണ്ടും ഈ സെറ്റിങ്സും ആണ് ഒരുപാട് നമ്മളെ പേടിപ്പെടുത്തുന്നത് കേട്ടോ. ഞാനാണെങ്കിലോ ഇതിലേക്ക് കാല് വെച്ചതും 2 ചെവി 2 കൈ കൊണ്ട് പൊത്തി ഫ്രണ്ട്സ്. അപ്പോൾ എനിക്കിതിൻ്റെ സൗണ്ടൊന്നും കേൾക്കാൻ പറ്റില്ല. അവസാനം ഞാൻ വെളിയിൽ വന്നപ്പോഴാണ് അത് വെറുതെ ചെവി പൊത്തിയൊന്നും കൂടെ പോയിരുന്നു. പിന്നെ കുഞ്ഞാലി പറഞ്ഞു അവനിക്ക് പേടിയായിരുന്നു. ഈ ഒരു സാധനം കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കും പേടിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പകുതിയിൽ വെച്ച് വിചാരിച്ചു ഇതെന്താ തീരുന്നില്ല, നമ്മളിവിടെ പെട്ടുപോയാൽ വിചാരിച്ചു. അപ്പോൾ സംഭവം പിന്നെ ഇത്തിരി തിരിഞ്ഞപ്പോഴാണ് വെളിച്ചം കണ്ടത്. അപ്പോൾ സമാധാനമായി. അങ്ങനെ നമ്മളൊരു 100 ഹൗസിൽ കൂടെ വന്നു ഫ്രണ്ട്സ്. അപ്പോൾ ശരിക്കും നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല കേട്ടോ എങ്ങനെ ഉണ്ടാവുമെന്ന്. പിന്നെ ഇവിടെ കുറച്ച് ചെടികളുണ്ടായിരുന്നു, അപ്പോൾ ഓരോ വെറൈറ്റിയാണ്. പിന്നെ ഈ ജമന്തി അതൊക്കെ നമ്മൾ എന്തായാലും വെച്ചാൽ പിടിക്കില്ല. ഈ ഫ്ലവേഴ്സ് ഉള്ളതൊന്നും നമ്മൾ ഒരിക്കലും വാങ്ങാനേ പാടില്ല. വാങ്ങി നമ്മൾ ചന്തം കണ്ടിട്ട് വാങ്ങും. വീട്ടിൽ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞതും
അവസാനം അത് വാടിപ്പോവും. അതാണ് പ്രശ്നം. ഞങ്ങൾക്ക് കുറേ അനുഭവമുണ്ട്. അപ്പോൾ ഞങ്ങൾ റോസൊക്കെ കൊമ്പുമായിട്ടൊക്കെയാണ് വെക്കാറുള്ളത്. അപ്പോൾ ഈ ചെടികളൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ നമുക്ക് വാങ്ങണ്ട. പിന്നെ ഒരു റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ പിടിച്ചിട്ട് വരണം. പിന്നെ നമുക്ക് ചട്ടി വേണം. ചെടി വാങ്ങിയിട്ട് കാര്യമില്ല, ചട്ടിയും കൂടെ വേണം. പിന്നെ പ്ലാസ്റ്റിക് ചട്ടി പോരാ, നമ്മൾ ചട്ടി വാങ്ങണം കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് നിന്ന് സിമൻറ്റ് ചട്ടി വാങ്ങാറുണ്ട്. അത് തീർന്നു പോയിട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിട്ട് കുറേ ആയിട്ടുണ്ട്. അപ്പം ഇനി പോകുമ്പോൾ ചട്ടി വാങ്ങിയിട്ട് പിന്നെയാണ് നമുക്ക് ചെടിയൊക്കെ സംഘടിപ്പിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഫ്ലവേഴ്സിൻ്റെ ഇന്ന് ആരൊക്കെയാണ് വന്നതെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ നോക്കിയപ്പോഴാണ് കുറച്ച് 3 ആളെന്തോ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിതിൽ പേരൊന്നും അറിയില്ല. ഞാൻ അത്ര ഫ്ലവേഴ്സ് TV ചാനൽ കാണാറില്ലാത്തത് കൊണ്ട് എനിക്ക് ഇവരുടെ പേരൊന്നും അറിഞ്ഞില്ല കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കണ്ട ആരാന്നൊക്കെ മനസ്സിലാവും. പിന്നെ സ്റ്റാർ സിംഗർ ടീം, പിന്നെ ഒരു പാട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പേര് മറന്നു പോയിട്ടോ ഫ്രണ്ട്സ്, സത്യമായിട്ടും എനിക്ക് ഇതൊന്നും ഈ ചാനൽ കാണാത്തതുകൊണ്ടാണ്. പിന്നെ ഇവിടെ വന്നിട്ട് മൈജീൻ്റെ ഒരു ലക്കി ഡ്രോ ഉണ്ടായിരുന്നു. അതിൽ ഒരു ഫാമിലിക്കാണ് പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഫാമിലിക്ക് അവരൊരു LGൻ്റെ സ്മാർട്ട് TV ഫ്രീ ആയി കൊടുത്തു മൈജിക്കാർ. ലക്കി ഡ്രോ ആയിരുന്നു. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, ഒരു പാട്ടുകാരനുണ്ട്. അപ്പോൾ അവർ പാട്ട് പാടാനായിട്ട് എനിക്ക് പേര് മറന്നുപോയി. പാട്ട് പാടുമ്പോൾ നേരിട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുത്തിട്ട് അത് കേൾക്കുമ്പോൾ ഒത്തിരി ആൾക്കാരുടെ സൗണ്ടും പാട്ടും കൂടെ മിക്സായി പോകണം കേട്ടോ. പിന്നെന്താ നമ്മൾ തിരിച്ചു പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ കാണാനുള്ളതും അപ്പോൾ ഒരുപാടൊന്നുമില്ല. കുറച്ച് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു, ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു, ഒരു 100 ഹൗസ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കടകൾ, അങ്ങനെയൊക്കെ തന്നെ. പിന്നെ മെയിൻ റോബോട്ട് അതൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് 4 ബിസ്ക്കറ്റും കൂടെ കിട്ടി. എപ്പോഴും ഇങ്ങനത്തെ ഒരു ഷോയിൽ വരുമ്പോൾ ഉണ്ടാവും. പിന്നെ ഇവിടെ കളിക്കണതൊക്കെ ഉണ്ട് കേട്ടോ. അത്രയൊന്നുമില്ല, കുറച്ച് ഒരു 3-4 ഐറ്റം. അതിൽ വന്നിട്ട് ഇപ്പോൾ പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു, മഴ ആയതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ രാത്രി വന്നത് എനിക്ക് നല്ല ഇഷ്ടം. രാത്രി വരാനാണ് ഒരുപാട് ഇഷ്ടം. അപ്പോൾ നമ്മളിതാ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.